നേച്ചർ എന്നുള്ളതാണ്. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പണ്ട് മുതൽക്കേ നാട്ടിൻപുറങ്ങളിൽ പറമ്പിൽ നിന്ന് ചപ്പും ചവറും അതുപോലെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മണ്ണൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടിക്കൊട്ട എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അതിന് മുൻപായിട്ടൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൈകൾ അച്ഛൻ്റെയും അമ്മയുടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും അവർക്കുള്ളതാണ്. ഇതിനായിട്ട് നല്ല പച്ച ഓല ഈ കാണുന്ന ഒരു രീതിയിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 ഓലയും വി ഷേപ്പിലായിട്ട് അടുത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് മടയാം. ഇത് മടഞ്ഞു തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ തീയിൽ ഇതൊന്ന് വാട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മടയുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഓല മടയുന്ന ആ ഒരു രീതിയിലാണിത് മടയാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഓല മടയുന്ന സമയത്ത് ഇത് നല്ലോണം നിവർത്തിട്ടാണ് മടയുക. എന്നാൽ ഇവിടെ നമ്മൾ ആ ഒരു ഓലക്കണ്ണി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇത് മടഞ്ഞെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഒരുപക്ഷെ ഓല മടയാൻ അറിയുന്നവർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഒരു മേക്കിംഗ് ഒന്നും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നില്ല. എങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഇതാ ഈ ഒരു മടയൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഹാൻഡിൽ വെക്കണം. ഹാൻഡിൽ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണ്. അതിനു മുൻപ് ഇതിനെ ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഈ മടഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ഓല വെച്ച് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ആ ഒരു കൈപ്പിടി കൂടി ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇതാ ഈ കാണുന്ന പോലെയാണ് അത് മടഞ്ഞെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്കും വലിയൊരു പിടിയില്ല. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏകദേശം ഇത് നമ്മുടെ മുടിയൊക്കെ പിന്നിടുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പിടിയൊക്കെ നല്ലോണം കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഫൈനലി ഈ അടിക്കൊട്ട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ച ഓല വെച്ച് ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഇനിയും ഉണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് അത്തരം ക്രാഫ്റ്റ് ഐഡിയാസ് കൂടി ഒന്ന് പ്രതീക്ഷിക്കാം.